നമസ്കാരം പ്രിയമുള്ളവരെ, നമ്മളുടെ എല്ലാം വീടുകളിൽ ഇന്ത്യൻ അല്ലെങ്കിൽ HP ഭാരതിൻ്റെ ഗ്യാസ് സിലിണ്ടറുകളായിരിക്കാം നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ആഴ്ചയിൽ, അതായത് ഏപ്രിൽ മാസം 13-ാം തീയതി തിങ്കളാഴ്ച മുതൽ നമ്മളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ ഷെയർ ചെയ്യുകയാണ്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശം വന്നിരിക്കുകയാണ്. നമ്മളുടെ പ്രദേശത്ത് കൂടി പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് PNG കണക്ഷൻ പോകുന്നുണ്ട് എങ്കിൽ എത്രയും വേഗം നമ്മൾ ഈ കണക്ഷൻ നമ്മളുടെ വീടുകളിലേക്ക് അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ എടുത്തിരിക്കേണ്ടതാണ്. 90 ദിവസത്തിനുള്ളിൽ ഇത്തരത്തിൽ ഗ്യാസ് കണക്ഷൻ, അതായത് PNG കണക്ഷൻ എടുത്തിട്ടില്ല എങ്കിൽ നമുക്ക് അത്തരം മേഖലകളിലേക്ക് ഗ്യാസ് സിലിണ്ടറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അത് നിർത്തലാക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കേന്ദ്ര സർക്കാർ ഈ സമയത്ത് നൽകുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ സംസ്ഥാനത്ത് വരുമ്പോൾ സിറ്റി ഗ്യാസ് പദ്ധതിയൊക്കെ നിലവിലുണ്ട്. ഇത്തരത്തിൽ നമ്മളുടെ പ്രദേശത്ത് ഗ്യാസ് കണക്ഷൻ ലഭ്യമാണ് എങ്കിൽ അത്തരത്തിലുള്ള PNG കണക്ഷനിലേക്ക് മാറണമെന്നുള്ള പ്രധാന നിർദ്ദേശം വരുന്നുണ്ട്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഗാർഹിക ഗ്യാസ് സിലിണ്ടറിൻ്റെ ക്ഷാമം നിലവിൽ നമ്മളുടെ രാജ്യം നേരിടുന്നുണ്ട്. എങ്കിൽ പോലും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിരുന്ന ലിമിറ്റേഷനുകളിൽ മാറ്റമില്ല. നഗരപ്രദേശങ്ങളിലാണ് എങ്കിൽ 25 ദിവസം കഴിയുമ്പോൾ, അതായത് 26-ാമത്തെ ദിവസം നമുക്ക് അടുത്ത സിലിണ്ടറിന് വേണ്ടി ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഗ്രാമപ്രദേശങ്ങളിലാണ് എങ്കിൽ 45 ദിവസത്തെ ഇടവേളയാണ് നിലവിലുള്ളത്. 46-ാമത്തെ ദിവസം നമുക്ക് ഗ്യാസ് സിലിണ്ടറിന് വേണ്ടി ബുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി അത് മാത്രമല്ല, ചില പാചകവാതക വിതരണ കമ്പനിയുടെ ടോൾ ഫ്രീ നമ്പറിലേക്ക് ബുക്കിങ്ങിന് വേണ്ടി വിളിക്കുമ്പോൾ നമ്മളുടെ 45 ദിവസം ആയിട്ടില്ല എങ്കിൽ പോലും ബുക്കിങ്ങിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് കോൾ കട്ട് ഓഫ് ആവുകയും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ഒരു SMS അലേർട്ട് എന്നാണ് അടുത്ത റീഫിൽ ഡേറ്റ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങളൊന്ന് കുറിച്ചിടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായിട്ട് നമ്മളുടെ സംസ്ഥാനത്തും രാജ്യമെമ്പാടും ഇൻഡക്ഷൻ കുക്ക് ടോപ്പുകളുടെ, ഇൻഡക്ഷൻ സ്റ്റൗകളുടെ വിതരണം വളരെയധികം ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, വിവിധ ഇലക്ട്രോണിക് സ്ഥാപനങ്ങളിൽ എല്ലാവരും തന്നെ ഇൻഡക്ഷൻ കുക്കറുകൾ മേടിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ചെല്ലുന്നത് തന്നെ. അതുമാത്രമല്ല, വിവിധ കമ്പനികളുടെ സ്റ്റോക്കുകൾ ഇപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആകുന്ന സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ എനർജി എഫിഷ്യൻസി സർവീസസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് സഹകരിച്ച പലിശരഹിത വായ്പയിൽ ഇൻഡക്ഷൻ കുക്ക് ടോപ്പുകൾ, അതായത് ഇൻഡക്ഷൻ സ്റ്റൗകൾ വിതരണം ചെയ്യുന്ന നടപടികൾക്ക് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചിട്ടുണ്ട്. വളരെ വൈകാതെ ഇതുമായി ബന്ധപ്പെട്ട നിർണായക അറിയിപ്പുകൾ വരും. ഇപ്പോൾ പ്രാരംഭഘട്ടത്തിൽ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രൂപരേഖകൾ മാത്രമാണ് ആയിട്ടുള്ളത്, നിർദ്ദേശങ്ങൾ മാത്രമാണ് ആയിട്ടുള്ളത്. വിതരണവും മറ്റു കാര്യങ്ങളുമെല്ലാം വളരെ വൈകാതെ അറിയിക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് രജിസ്റ്റർ ചെയ്യുകയും പലിശരഹിത തവണകളായിട്ട് നമുക്ക് തുക അടച്ച് ഇൻഡക്ഷൻ കുക്ക് ടോപ്പുകൾ വാങ്ങാനുള്ള സൗകര്യമാണ് കേന്ദ്ര സർക്കാർ ഒരുക്കി തരുന്നത്. ഇത് നിലവിൽ നടപ്പിലായിട്ടില്ല, വളരെ വൈകാതെ നടപ്പിലാകുമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ അറിയിപ്പ് വന്നിട്ടുള്ളത്. ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. അപ്പോൾ ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.